What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഞാൻ ഇപ്പോൾ വിജയ് യമഹയിലാണ് നിൽക്കുന്നത്, നമ്മുടെ പറവൂർക്കോലുള്ള യമഹയുടെ ഷോറൂമിൽ. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ BS6 R15 V3യുടെ ടെസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്യാണ്. കുറച്ച് മാറ്റങ്ങളും പുതിയ കളേഴ്സും വണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് റിവ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ R15 BS6ലെ ഏറ്റവും പുതിയ കളർ വേരിയൻറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളർ. അതുകൊണ്ട് തന്നെയാണ് ഈ കളർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൽ തന്നെ എടുത്തേക്കണത്. ആ ഒരു ഗ്രേ ഷെയ്ഡും ആ ഒരു റെഡ് ഗ്രാഫിക്സും കൊടുത്തേക്കണം. നല്ല അടിപൊളിയുണ്ട്. ഫ്രണ്ടിലായാലും നമുക്കിവിടെ ചെറുതായിട്ട് R15 എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ചെറിയൊരു ഗ്രേ കളർ ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കാട്ടോ ഈ ഒരു കളർ വേരിയൻറ്റ്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. ഫ്രണ്ടിൽ തന്നെ നോക്കാം. ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ് ആണ്. നിങ്ങൾക്കറിയാം, ഇത് LED ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സസ്പെൻഷനിലേക്ക് നോക്കാൻ പോയ 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ഫ്രണ്ട് ബ്രേക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 282mm ഡിസ്ക് വിത്ത് 12 ചാനൽ ABS ആണ്. സ്വിച്ചബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് ഒന്നും ആക്കാൻ പറ്റില്ല. ഫ്രണ്ടും ബാക്കും നമുക്ക് ABS ഫുൾ ടൈം ഓൺ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിലത്തെ ടയേഴ്സ് എന്ന് പറയുമ്പോൾ MRFൻ്റെ നൈലോൺ സാപ്പർ എന്ന് പറഞ്ഞ ടയറാണ്. MRFൻ്റെ ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു റേഡിയേറ്റർ ഉണ്ട്, കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് പോകാം. ഇതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം. എഞ്ചിൻ സൈഡ് എന്ന് പറയുമ്പോൾ 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് യമഹയുടെ ഫേമസ് എഞ്ചിൻ. അതുകൂടാണ്ട് ഇത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 18.6 bhp at 10,000 RPM, 14.1 Nm ടോർക്ക് at 8,500 RPM. പഴയതിനെക്കാട്ടും ഒരു 0.7 bhp കുറവുണ്ട്. അതുകൊണ്ടാണ് 0.9 Nm ടോർക്കും കുറവുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഇത് അത്ര ഇതായിട്ട് നമ്മൾ അറിയില്ല ആ ഒരു കുറവ് ഈ വണ്ടിക്ക് ഉണ്ടെന്ന്. പിന്നെ ടാങ്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഫിനിഷ് ആട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ പെയിൻറ്റ് സ്കീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് എക്സോസ്റ്റ് കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസമല്ല. ബാക്കിൽ 220mm ഡിസ്ക്കാണ് വിത്ത് റിയർ ABS ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടെയിൽ സെക്ഷൻ. ബാക്കിലത്തെ ടെയിൽ ലാമ്പിനും അവിടെയും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സെയിം അതേ ഒരു LED ടെയിൽ ലാമ്പ് തന്നെയാണ്. അതുകൂടാണ്ട് നമുക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ഹോൾഡറും ചെറിയൊരു ഹഗ്ഗറുണ്ട്. ഹഗ്ഗറിന് അങ്ങനെ വലിയ ഉപകാരപ്രദമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഹഗ്ഗറാണ്. സാരി ഗാർഡ് ആയാലും നമുക്ക് ചെറിയൊരു സാരി ഗാർഡാണ്. നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. സാരി ഗാർഡ് നല്ല വൃത്തികേടൊന്നുമില്ല, ചെറിയൊരു സാരി ഗാർഡാണ് കൊടുത്തേക്കണം. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ അത് മോണോഷോക്ക് സസ്പെൻഷനാണ്. അതും നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്കിലും അവൈലബിൾ ആക്കിയിരിക്കണം. പിന്നെ നമുക്ക് ഗിയർ ബോക്സ് സൈഡിലേക്ക് പോകാം. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ്. നല്ല ഈ സെഗ്മെൻറ്റിൽ ഈ ഇത്രയും ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ ഒരു ഫീച്ചറുള്ള വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു 150cc സെഗ്മെൻറ്റിൽ, ഈ ഒരു റൈഡിങ് പൊസിഷനിലായാലും, ഈ ഒരു സെഗ്മെൻറ്റിലായാലും, ഈ ഒരു 155cc സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ 150cc സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള ആ ഒരു റേഞ്ചിലുള്ള എല്ലാ വണ്ടിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയല്ല. ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ ആ ഒരു റേഞ്ചിലുള്ള വണ്ടിക്കില്ല. അത്ര ഒരു വെറൈറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ R15 V3. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 170mm ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമുക്ക് സിറ്റികളിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാനായാലും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. പിന്നെ അടുത്തൊരു ഫീച്ചർ ഇതിൽ ആഡ് ആയേക്കണമെന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഗിയറിലിട്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി ഓഫായി പോകും. അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമുക്ക് നല്ല ഉപകാരപ്രദമായൊരു സേഫ്റ്റി ഫീച്ചറാണ് ഈ സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ വണ്ടി ഓഫ് ആവണത്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു കാര്യം, അതൊരു പുതിയ ഫീച്ചറാണ് ഇതിൽ വന്നേക്കണത്. കയറിയിരിക്കാം. വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റ് ആണ് നമ്മുടെ മനസ്സിൽ വരാൻ പോണേ. 141 kg ആണ് വണ്ടിയുടെ വെയിറ്റ് നമുക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല. ഈ ഒരു വെയിറ്റും ഈ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ വെച്ച് നല്ല കലക്കം വണ്ടിയാണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 815mm ആണ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്. നമ്മൾ നല്ല കയറി ഇരുന്നാൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കൺട്രോൾ ചെയ്ത് നടക്കാം. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര റേസ് ടൈപ്പ് പൊസിഷനാണ്. നമുക്ക് നല്ലോണം നമ്മൾ കുനിഞ്ഞിരിക്കണം. അത് കൂടാണ്ട് ഇതിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസും കൂടിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മീറ്റർ ഓൺ ആക്കി കാണിച്ചു തരാം. എല്ലാവരും ഫെമിലിയർ ആയിരിക്കും ഇതിൻ്റെ മീറ്റർ. നമുക്ക് കാണാം മേളിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, RPM, സ്പീഡ്, ട്രിപ്പ്, പിന്നെ ഇവിടെ ഫ്യൂവലിൻ്റെയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് എഫും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ചെറിയൊരു മീറ്ററാണ്, ബട്ട് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ഈ മീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 11 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി. ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാണല്ലോ, അവിടെയും ഇതൊരു പൊലിക്കുട്ടൻ തന്നെയാണ്. ഞാൻ BS4 വണ്ടി ഞാൻ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് എനിക്ക് 55 to 58 വരെ മൈലേജ് എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ട്. വലിയ പൊളിയൊന്നുമില്ല, നോർമൽ റൈഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതി നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും.
അപ്പോൾ BS6 ആയതുകൊണ്ടും പവർ ചെറിയ വേരിയേഷനുകൾ നമുക്ക് അങ്ങനെ ഒട്ടും തോന്നില്ല. അപ്പോൾ അതുകൊണ്ടായാലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് R15 V3. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം കേട്ടോ. വണ്ടിയുടെ സൗണ്ടിനൊന്നും ഒരു മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാം അത് തന്നെയാണ്. നമുക്ക് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. മെയിൻ പെയിൻറ്റ് സ്കീമും പിന്നെ സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വണ്ടി കയറി ഓടിക്കാം. അപ്പോൾ പോവാം അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തുടങ്ങാം അല്ലേ. റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നല്ല സ്പോർട്ടി ആയിട്ടുള്ള പൊസിഷനാണ്, നല്ല അഗ്രസീവാണ്. നമ്മൾ താഴത്തേക്ക് ശരിക്കും ഇങ്ങനെ കുനിഞ്ഞിരിക്കണം, മനസ്സിലായില്ലേ. നമ്മൾ CBRൻ്റെ പോലത്തെ ആ ഒരു പൊസിഷൻ അല്ല, അത് ഇത്രയും കൂടെ സ്പോർട്സ് ടൂറിംഗ് എന്ന് പറയാം. ഇത് പക്ക ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് വേണേൽ പറയാം. ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് സ്പെക്ക് വണ്ടി എന്ന് വേണേൽ പറയാം. ആ ഒരു റൈഡിങ് പൊസിഷനാണ് ഇതിൻ്റെ. ഇത് വെച്ച് ലോങ് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ട് ആവാം. അവർക്ക് ശീലമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് നടുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാവും. ബാക്കി എല്ലാവരും ശീലമായാൽ പിന്നെ ഈ വണ്ടി ഭയങ്കര രസം ഓടിക്കാൻ. നമ്മൾ ഈ വണ്ടി ഓടിച്ചൊന്ന് ശീലമാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ വണ്ടി നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടിയ ഒരു രക്ഷയില്ലാത്ത പവറും ഒരു രക്ഷയില്ലാത്ത കൺട്രോളുമാണ് ഈ വണ്ടിക്ക്. ആ 7000 RPM കഴിയുമ്പോഴത്തേക്കും ആ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ നടക്കും. അത് കൂടെ ആയാണ്ടല്ലോ വണ്ടി പിന്നെ ഫുൾ പെർഫോമൻസിൽ നമുക്ക് വണ്ടി സിമ്പിളായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പവർ ഡെലിവറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ആണ്. അപ്പം നമുക്ക് അത്ര ദൂരം ഓടിക്കാമെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഒരു ദിവസത്തെ ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഈ വണ്ടിയിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് ചെറിയ ഒരു റിസ്റ്റിൻ്റെ ഇവിടെ മാത്രമേ പെയിൻ ആയിട്ടുണ്ടായുള്ളൂ, ബാക്കി എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര സോഫ്റ്റും അത്ര ഹാർഡും അല്ല, ഒരു മിഡ് റേഞ്ച് സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി നമുക്ക് കംഫർട്ടൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് വണ്ടിയിൽ ഈ സീറ്റ് നോക്കുവാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ഞാൻ പറഞ്ഞില്ലേ, ആ വേരിയബിൾ വാൽവ് ഓപ്പൺ ആയാണല്ലോ 7000 RPM കഴിയുമ്പോഴത്തേക്കും ആ വാൽവ് ഓപ്പൺ ആയാൽ പിന്നെ നമുക്ക് വെറുതെ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ആ ഒരു ഫുൾ പവറും നമ്മൾ ശരിക്കും ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു 7000 RPM താഴെ കൊണ്ടുനടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൈലേജ് കിട്ടും. അതിൻ്റെ മേളിൽ നമുക്ക് പോയാലും മൈലേജിന് വലിയ കുറവൊന്നും വരില്ല. ബട്ട് നമുക്ക് ആ ഒരു പെർഫോമൻസ് വെച്ച് ഇതിൻ്റെ മൈലേജ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി മൈലേജാണ് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൽ സിമ്പിളായിട്ട് നമുക്കൊരു 100 ഒക്കെ ക്രൂസ് ചെയ്യാം. അത്ര വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. വൈബ്രേഷനൊക്കെ നമുക്കൊരു 7000 8000 RPM കഴിയുമ്പോൾ നമുക്ക് ഫുഡ് പെഗും അവിടെ നിന്ന് കിട്ടും. നല്ല ഹയർ RPMസിൽ നമുക്ക് വൈബ്രേഷൻ കിട്ടും നമ്മുടെ ഫുഡ് പെഗ്സും ഹാൻഡിൽ ബാറിൻ്റെ അറ്റത്തു നിന്നും. അല്ലാത്ത രീതി വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടും അടിപൊളിയാണ് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ്. പിന്നെ കോർണേഴ്സൊക്കെ ചെയ്യാൻ ഇതിൻ്റെ അത്രയും ഒരു കോൺഫിഡൻസ് തന്നെ ഒരു വണ്ടി വേറെ ഇല്ല. നമുക്ക് നല്ല രസമാണ്. എനിക്ക് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ഒരു 155cc വണ്ടിയുടെ പെർഫോമൻസ് ഒന്നുമല്ല ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടണം ശരിക്കും പറഞ്ഞാൽ. നെക്സ്റ്റ് ഇതിൻ്റെ ഗിയർ ബോക്സ് ആയാലും ഭയങ്കര സ്മൂത്താണ്. ക്ലച്ച് ഫീൽ ആയാലും ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളി ഗിയർ ബോക്സാണ് ഈ വണ്ടിയുടെ. പ്രത്യേകിച്ച് ആ സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസോടെ വണ്ടി കൺട്രോളിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ABSും കൂടെ വന്ന സ്ഥിതിക്ക്, ഡുവൽ ചാനൽ ABSും കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വണ്ടിയുടെ ബ്രേക്കിംഗ് ആയാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ വണ്ടിക്ക് പണ്ടേ നല്ലൊരു ബ്രേക്കിംഗ് ഉള്ളതാണ് ABS വന്നേക്കാട്ടും മുമ്പ്. അപ്പോഴും നല്ല ബ്രേക്കിംഗ് ഉണ്ടായി. ഇപ്പോൾ ABS വന്നേ പിന്നെയും ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സിൻ്റെ ബൈറ്റ് അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട്. ഈ ഒരു വെയിറ്റുള്ളൊരു വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ബൈറ്റ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സിനുണ്ട്. പിന്നെ ഈ വണ്ടി നമുക്ക് എത്ര ഒരു നല്ല സ്ലോ നമ്മൾ 6 ഗിയറിൽ നമുക്കൊരു 40ലൊക്കെ ഈ വണ്ടിയിൽ പോകണമെങ്കിൽ അങ്ങനെയും പോവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു രീതിയിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കണമെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കാം, നമുക്ക് പയ്യെ ഓടിക്കണമെങ്കിൽ പയ്യെ ഓടിക്കാം. അപ്പോൾ നമ്മുടെ മൂഡിനനുസരിച്ച് മാറുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ R15 V3. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സുഖം ഈ വണ്ടിയിൽ നിന്ന് എന്തായാലും ഉണ്ട്. മിറേഴ്സൊക്കെ ഞാൻ പറയാം, അത്യാവശ്യം നല്ല വൈഡായിട്ട് പുറത്തേക്കായിരിക്കണം. മിറേഴ്സ് അവിടെ ഫ്രണ്ടിലാണ്, അപ്പോൾ നല്ല പുറത്തേക്കായിരിക്കും. നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ മിറേഴ്സിൽ നിന്ന്. ഇതിൻ്റെ എൻജിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ നമ്മളൊരു ആ 7000 വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ്റെ ആ ടൈമിങ് അല്ലെങ്കിൽ ആ ഒരു RPM കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു റഷ് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് എൻജിനിൽ നിന്ന് കിട്ടും.
ഇതൊരു ഹൈ റെവ് എഞ്ചിനാണ്. ശരിക്കും പവർ ഡെലിവറി ഒക്കെ 10,000 RPM അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7,000 8,000 RPM കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ വണ്ടിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു പവർ റെസ്പോൺസ് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി അടുത്ത ഞാൻ പറയാം. ഫ്രണ്ട് സസ്പെൻഷൻ എനിക്ക് അത്യാവശ്യം സോഫ്റ്റർ സൈഡായിട്ടാണ് തോന്നിയത്. ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ക് സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സൈഡിലാണ്. ഇത് ശരിക്കും ഇങ്ങനത്തെ ഒരു റൈഡിങ് പൊസിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട്, അതുകൂടാണ്ട് ഇത് ട്രാക്ക് സ്പെക്ക് വേണേൽ ആക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സസ്പെൻഷനിൽ കൊണ്ടുവന്നേക്കണേ. പിന്നെ ഈ ടയേഴ്സൊക്കെ അടിപൊളി ടയേഴ്സാട്ടോ. ഇപ്പോൾ ഇതിൽ സ്റ്റോക്ക് കിടക്കുന്ന ടയേഴ്സൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം നമ്മുടെ നോർമൽ വെറ്റ് കണ്ടീഷനിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, ഡ്രൈ കണ്ടീഷനിൽ അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് തന്നെ ഉണ്ട്. നമുക്ക് കോർണറിങ്ങിലായാലും നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു വണ്ടിയാട്ടോ ഈ R15 V3. അതിൻ്റെ റൈഡിങ് പൊസിഷൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസും കിട്ടും ഈ വണ്ടിയായിട്ട് നമ്മൾ ഏതെങ്കിലും കോർണർ ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി BS6 വണ്ടിക്ക് എനിക്ക് വലിയ ഒരു വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാക്കി എല്ലാം കൊണ്ടും വണ്ടി വെറുതെ അടിപൊളി വണ്ടിയാണ്. ഈ ഒരു 155 സെഗ്മെൻറ്റിൽ ഞാൻ പിന്നെയും പറയുന്നു, ഈ ഒരു 155 സെഗ്മെൻറ്റിൽ സ്പോർട്സ് ബൈക്ക് എന്നുള്ളൊരു ഇതിൽ ഇപ്പോൾ ഏറ്റവും മാർക്കറ്റിൽ അടിപൊളിയായി നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ 150 R15 V3. ഇതിൽ ബാക്കിൽ അറിയാലോ, സീറ്റ് ഡബിൾ സീറ്റാണ്, ഡുവൽ സീറ്റാണ്. അതും മറ്റേ പില്യൺ സീറ്റ് പൊങ്ങിയായിരിക്കണം. അപ്പോൾ ബാക്കിൽ ഒരാളെ ഇരുത്തി ഇതിൽ ലോങ് പോകണമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല സൈസ് ഉണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് സൈസ് കുറവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പിന്നെയും കുഴപ്പമില്ലാണ്ട് പോവാം. പക്ഷേ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് നല്ല സൈസും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ എൻ്റെ സൈസും ആണെങ്കിൽ തീർന്നു മോനെ കഥ. പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിലത്തെ ആൾ ഒരു ബ്രേക്ക് ഇടുമ്പോഴത്തേക്കും ബാക്കിൽ ഇരിക്കുന്ന ആൾ നമ്മുടെ ഒപ്പം സീറ്റിൽ വന്നിരിക്കും ഫ്രണ്ട് സീറ്റിൽ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ വണ്ടി ഒരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. പക്ഷേ അതൊന്നും ഇതിൻ്റെ നല്ല പോസിറ്റീവ് പോയിൻറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കതൊന്നും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ വണ്ടിയുടെ ആ ഒരു സ്പെക്കും ഈ വണ്ടിയുടെ പെർഫോമൻസും ഈ ഒരു റേഞ്ചിൽ വേറൊരു വണ്ടിയിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇതിന് പറ്റിയൊരു റീപ്ലേസ്മെൻറ്റ് വേറൊരു വണ്ടി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു പെർഫെക്റ്റ് ആൻഡ് അടിപൊളി വണ്ടിയാണ് R15 V3. അപ്പോൾ നമ്മൾ തിരിച്ച് വിജയ് യമഹയിലെത്തി. അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1,80,500 റുപ്പീസാണ് സ്റ്റാർട്ടിങ്. അതായത് ഈ വേരിയൻറ്റിൻ്റെ പ്രൈസ്. ബാക്കി 2 കളറുണ്ട്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അത് ശരിക്കും കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളും വ്യത്യാസമുള്ളൂ. പണ്ട് ഓൾറെഡി ഉള്ളൊരു കളേഴ്സായിരുന്നു. അതിൽ ഗ്രാഫിക്സൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ R15 V3 BS6ൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. പില്യൺ സീറ്റ് വളരെ ചെറുതാണ്. ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല പില്യണെ ഇരുത്തി ഓടിക്കാൻ. എന്നാലും ഈ വണ്ടിയിൽ ലഡാക്ക് പോയവരൊക്കെ ഉണ്ട്, അതും ഡബിൾസ് ഇരുത്തിയിട്ട്. അവരെയൊക്കെ ഞാൻ തൊഴുതു. സത്യം പറഞ്ഞാൽ സിംഗിൾ ഇരുന്നിട്ട് പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്ര ലോങ് ഓടിക്കാൻ. അത് കൂടാണ്ട് ഡബിൾസൊക്കെ ഇരുത്തി പോകണമെന്ന് വെച്ചാൽ അടിപൊളി.